കുതിരവട്ടം പപ്പുവിന്റെ മകനായതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹവുമായുള്ള താരതമ്യപ്പെടുത്തലുകൾ ബിനു പപ്പു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ മനോരമ ആഴ്ചപ്പതിപ്പുമായുള്ള അഭിമുഖത്തിൽ അച്ഛൻ അവതരിപ്പിച്ചതുപോലെയുള്ള കോമഡി വേഷങ്ങൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് താരം. തൽക്കാലം തന്നെക്കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് ബിനു പപ്പു പറയുന്നു. ഭീമന്റെ വഴിയിൽ ഒരു ചെറിയ ഹ്യൂമർ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ അച്ഛനുമായി താരതമ്യം വരുമെന്നത് എപ്പോഴും ഒരു ടെൻഷനാണ്. സിനിമയിൽ അച്ഛന്റെ മാനറിസങ്ങൾ വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ചിലപ്പോൾ അറിയാതെ ചില ശബ്ദങ്ങളിലോ ഭാവങ്ങളിലോ അച്ഛന്റെ സാമ്യം വരാം. തുടരും എന്ന സിനിമയിൽ ഒരു സീനിൽ ഞാൻ സംസാരിക്കുന്നത് കേട്ട് അച്ഛന്റെ ശബ്ദം പോലെയുണ്ടെന്ന് ഒരുപാട് പേർ പറഞ്ഞിരുന്നു. അത് പാരമ്പര്യമായി വന്നു പോകുന്നതാണ്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്യാറില്ല, ബിനു പപ്പു പറയുന്നു. അച്ഛനുമായി കണക്ഷൻ ഉണ്ടായിരുന്ന സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയ സംവിധായകരുമായി തനിക്ക് നല്ല ബന്ധമുണ്ടെന്നും അവരൊക്കെ അച്ഛനുമായി വളരെ ക്ലോസായി വർക്ക് ചെയ്ത ആളുകളാണെന്നും ബിനു പപ്പു പറഞ്ഞു. അവർക്ക് അച്ഛനെക്കുറിച്ച് ഒരുപാട് നല്ല ഓർമ്മകളുണ്ടെന്നും താരം പറയുന്നു. താൻ സിനിമയിൽ സജീവമാണെന്നതിൽ അവർക്കും സന്തോഷമുണ്ടെന്നും അവർ തന്റെ സിനിമകൾ കാണുകയും ഫീഡ്ബാക്ക് നൽകുകയും ചെയ്യാറുണ്ടെന്നും ബിനു പപ്പു കൂട്ടിച്ചേർത്തു. ജഗദീശേട്ടൻ, മനോജ് KJN എന്നിവരെയൊക്കെ കാണുമ്പോൾ അച്ഛനോടുള്ള ആ റെസ്പെക്റ്റും സ്നേഹവും എനിക്ക് ലഭിക്കാറുണ്ട്. അത് മിസ്യൂസ് ചെയ്യാതെ ആ ബന്ധങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഭാവന നായികയായെത്തിയ അനോമിയാണ് ബിനു പപ്പുവിന്റേതായി ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന 1366-ന്റെ കോ ഡയറക്ടറും ബിനു തന്നെയാണ്.